Hello friends, Lizamma's Food and Craftലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ ചിക്കൻ ഒരു 3/4 കിലോ, തക്കാളി ഒരു 1.5, സവോള ഒരു 3 സവോള, മല്ലിയില, പിന്നെ പച്ചമുളക് ഒരു 2 എണ്ണം വലുതെടുത്തിട്ടുണ്ട്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആക്കിയതാണ്. ഇത് അല്പം പെരിഞ്ജീരകം, വലിയൊരു കറുവാപ്പട്ട, ഒരു ഏലക്ക, 2 ഗ്രാമ്പു ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ്. ഇതിന് ഇനി പിന്നെ വേണ്ടിയ സാധനങ്ങൾ സൺഫ്ലവർ ഓയില്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, ഇത്രയും ചേർക്കാം. നമുക്ക് വേണമെങ്കിൽ എരിവ് വേണമെങ്കിൽ മറ്റേ എരിവുള്ള മുളക് പൊടിയും കൂടെ അല്പം ചേർക്കാം. മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഞാൻ 2 ടീസ്പൂണാണ് ചേർക്കുന്നത്. കുറച്ച് എരിവോടുകൂടിയാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലേക്ക് വേഗം പോകും. നമ്മുടെ ഗ്യാസ് ഓൺ പാത്രം വെച്ചു, അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കും. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അല്പം കടുക് പൊട്ടിത്തെറിക്കുക. ഒരു അടപ്പ് കൊണ്ട് ചെറുതായി ഒന്ന് അടച്ചു കൊടുക്കാം. കടുകല്ലേ നമ്മുടെ കയ്യിൽ ഒന്ന് കൊടുത്ത് ഇനി അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കും. നന്നായിട്ടൊന്ന് വഴന്ന് വരണം. പച്ചമുളക് ഒന്ന് മാറുന്നത് വരെ നമ്മൾ ഒന്ന് വഴറ്റി വരണം. ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കും. അല്പം മഞ്ഞൾപ്പൊടി ഇടാം. ഈ നല്ല ഫ്രൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. നന്നായിട്ടൊന്ന് ഫ്രൈ ആവണ്ട. ഒത്തിരി അങ്ങ് ബ്രൗൺ ആവണ്ട, എന്നാലും അത്യാവശ്യം നല്ല ഒരു നന്നായിട്ടൊന്ന് ബ്രൗൺ ആവണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇച്ചിരി എരി വേണം, അതിനാണ് ഞാൻ 2 വലിയ പച്ചമുളക് ഇട്ടത്. എരി കുറയ്ക്കുന്നവർക്ക്, വേണ്ടാന്നുള്ളവർക്ക് ഒരു പച്ചമുളക് ഇട്ടാൽ മതി. അവരവരുടെ എരിവിനും ഒക്കെ അനുസരിച്ച് വേണം. ചിലർക്ക് എരിവേ വേണ്ട, ഒട്ടും എരിവ് വേണ്ട. അങ്ങനെയുള്ളവർ മറ്റേ എരിവുള്ള മുളക് പൊടി, പച്ചമുളക് ഒന്നും ചേർക്കണ്ട, കാശ്മീരി പൊടി ഇട്ടാൽ മതി. ഇനി നമുക്ക് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കും. ഞാനിവിടെ എല്ലാത്തിനും പേസ്റ്റാണ് ചേർക്കുന്നത്. അല്ല, ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചേക്കുവാണെങ്കിൽ അത് നമുക്ക് ആദ്യമേ ഒന്ന് ചേർത്ത് കൊടുക്കാം. സവാള കിട്ടണം. നന്നായിട്ടുള്ളതുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി കിട്ടും. ഇത് നമുക്ക് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഇത് വേവിക്കാം. ഈ അല്പം കുറച്ച് വെക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. നമുക്കിനി മുളകുപൊടി മുളക് പൊടി ഇടാം. ചെറിയ സ്പൂണായി വരുന്നത്. മല്ലിപ്പൊടി, മുളക്
വഴറ്റി കൊടുക്കണം. നമുക്കൊരു 1/4 ടീസ്പൂണ് ചിക്കൻ മസാലയും ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പട്ട, പെരുംജീരകം ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഇളക്കുക. ലോ ഫ്ലെയിമിലിട്ട് വേണം മിക്സ് ചെയ്യാൻ. നമുക്കിനി ഇത് തണുത്തതിന് ശേഷം, പച്ചമണം മാറി തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മുടെ മസാല ആറാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിലേക്ക് അല്പം മസാല പുരട്ടിയൊന്ന് വെക്കാം. ഒരു ചിക്കനൊക്കെ ഒരു 2 ടീസ്പൂണ് തൈര് അല്പം മതി. നമ്മള് മസാലയ്ക്കകത്ത് ചേർത്താണ്. ഒരു 1/4 ടീസ്പൂണ് ചിക്കൻ മസാലയും കൂടെ ചേർക്കാം. അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. കുരുമുളക് പൊടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു അല്പം കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർക്കുക. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊരു അല്പം ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. മസാലയെല്ലാം തണുത്തിട്ടുണ്ട്. നമുക്ക് അതുപോലെ ഒന്ന് അടിച്ചെടുക്കാം മിക്സിയിൽ. വേണമെങ്കിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ മാത്രം മതി. വീണ്ടും നമ്മൾ സ്റ്റൗ ഓണാക്കി അതേ പാത്രം തന്നെ വെക്കുക. ഫ്രൈ ചെയ്ത പാത്രം അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. മിക്സ് ചെയ്തിരിക്കുന്ന ചിക്കനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഒത്തിരി ഫ്രൈ ആകാനൊന്നും നിൽക്കണ്ട. ജസ്റ്റ് എണ്ണയ്ക്കകത്ത് ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചുകൊണ്ട് നമ്മൾ അരപ്പങ്ങോട്ട് ചേർക്കും. നന്നായിട്ട് മിക്സ് ചെയ്യുക. ചിക്കനെല്ലാം അങ്ങോട്ട് പിടിക്കണം. നമ്മളെ എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് നമുക്ക് ഒന്നും ചേർക്കാനില്ല. ഇനി നമുക്കൊരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ മസാലയുടെ എല്ലാം വെള്ളം നമ്മൾ കളയേണ്ട ആവശ്യമില്ല. ആ മിക്സിന്റെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒത്തിരി വെള്ളം വേണ്ട. ഇനി ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും. നന്നായിട്ടൊന്ന് ഇളക്കി അപ്പൊ ഈ സമയത്ത് എല്ലാം കറക്റ്റിനുണ്ട്. ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഒരു 20 മിനിറ്റോളം ഒന്ന് അടച്ച് വേവിക്കാം. നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. ചാറൊക്കെ ഉണ്ട്. ചാറ് വേണമെന്നുള്ളവരെ ചാറിലെടുക്കുക. അതിലെ കുറച്ചുകൂടെ നമുക്ക് ഒരു അല്പം ബട്ടർ കൂടെ ചേർക്കും. അല്പം മതി, ഒരുപാടൊന്നും ചേർക്കുന്നില്ല. ഇനി നമ്മുടെ എല്ലാ കൂട്ടും കഴിഞ്ഞു. ആദ്യം ഞാനൊരു എല്ലാ കൂട്ടും കഴിഞ്ഞെന്നാ പറഞ്ഞേ. ഇതൊരു പൊടിക്കൈ ആയിരുന്നു. ഞാൻ ആ പൊടിക്കൈയിൽ പറയാൻ മറന്നു. ഒരു ടിപ്സ്, ഇത് എന്റെ സ്പെഷ്യൽ കറിയാണ്.
എല്ലാവരും ഇത് വെച്ച് നോക്കണം. എന്നിട്ട് ടേസ്റ്റ് ഉണ്ടോ ഇല്ല എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടണം. എല്ലാം കൂട്ടിട്ട് കൊടുത്തു. നമുക്ക് ഒരു 5 മിനിറ്റ് കൂടെ വെക്കും. നമ്മുടെ ചിക്കൻ കറി ഒന്ന് പുറത്ത് നോക്കാം. നല്ലതായിട്ട് വെന്ത് ഇതിൻ്റെ എണ്ണ ഈ സ്റ്റൗ നമുക്ക് ഓഫ് ചെയ്യും. അല്പം മല്ലിയില ഇടാം. അങ്ങനെ നമ്മുടെ ലിസാമാസ് ബട്ടർ ചിക്കന് റെഡി ആയിരിക്കുകയാണ്. എൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ പൊറോട്ടയും ചപ്പാത്തിയും കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റിയായിട്ട് കറിയാണ്. എല്ലാവർക്കും ട്രൈ ചെയ്യണം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണം. സ്ഥിരമായിട്ട് കാണുന്നവരെ വരും വീഡിയോസും എല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.